മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സ്ത്രീയെ പരിഗണിക്കുന്ന കാര്യം ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തെരഞ്ഞെടുപ്പിനെ പിണറായി വിജയൻ തന്നെ നയിക്കും, താൻ മത്സരിക്കാനുണ്ടാവില്ലെന്നും പ്രസാധകൻ മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ MV ഗോവിന്ദൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ കൊണ്ട് UDF ബുദ്ധിമുട്ടിലാണെന്നും MV ഗോവിന്ദൻ ആ അഭിമുഖത്തിൽ പറയുകയാണ്. എസ് വിനേഷ് കുമാർ വിവരങ്ങൾ വെച്ചു. വിനേഷ് കുമാർ, KK ശൈലജയുടെ പേര് ഇടയ്ക്ക് ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. അതിന് ആ അഭ്യൂഹങ്ങൾ ശക്തമാക്കാനുള്ള കാരണം കഴിഞ്ഞ 1-2 സഭാ സമ്മേളനത്തിന് ശേഷം ഭരണപക്ഷം പുറത്തേക്ക് വന്നപ്പോൾ പ്രധാനമായും മാധ്യമങ്ങളോട് സംസാരിച്ചത് KK ശൈലജ ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വേണ്ട, ശൈലജയെ ഞങ്ങൾ പരിഗണിക്കുന്നേ ഇല്ല എന്നാണ് MV ഗോവിന്ദൻ ആ ചർച്ചകൾ അടയ്ക്കുന്നത്, അല്ലേ വിനേഷ്? ഹാഷ്മി, നമുക്കറിയാം CPM-ന്റെ ഒരു പോളിസി അനുസരിച്ച് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആവുന്ന ആളെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് ഒരു കാലത്തും തെരഞ്ഞെടുപ്പിനെ നേരിടാറില്ല. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലമായി പിണറായി എന്നതിലേക്ക് മാത്രമായി CPM ചുരുങ്ങുന്നതെന്ന് നമ്മൾ കണ്ടതാണ്. ഇതിനിടയിലാണ് MV ഗോവിന്ദൻ്റെ ഇങ്ങനെയൊരു അഭിമുഖം വരുന്നത്. ഇത് പ്രസാധകൻ മാസികയിലാണ് വന്നിട്ടുള്ളത്. പ്രമീള ഗോവിന്ദ് നടത്തിയിരിക്കുന്ന ഇൻ്റർവ്യൂവിലാണ് അദ്ദേഹം പറയുന്നത് ഒരു സ്ത്രീയെയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചിട്ടില്ല, അതായത് പിണറായി വിജയൻ തന്നെയാണ് നായകൻ എന്ന്. അതിനർത്ഥം പിണറായി തന്നെയായിരിക്കും ഇനി വീണ്ടും LDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളൊരു സൂചന തന്നെയാണ് യഥാർത്ഥത്തിൽ ഗോവിന്ദൻ മാഷ് നൽകുന്നത്. നമുക്കറിയാം, അതുപോലെ തന്നെ UDF-ൽ മുഖ്യമന്ത്രിമാർ ഒരുപാടുമുണ്ട്. പക്ഷേ LDF അങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ ഉയർത്തിക്കാണിക്കില്ല, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉയർത്തിക്കാണിക്കില്ലെന്ന് അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ടെങ്കിൽ പോലും പിണറായി തന്നെയാണ് യഥാർത്ഥത്തിൽ നായകനാവുക, പിണറായി തന്നെയാണ് ഈ പാർട്ടിയെ നയിക്കുക തെരഞ്ഞെടുപ്പിൽ എന്നുള്ള കൃത്യമായ സൂചനകൾ അദ്ദേഹം നൽകുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി KK ശൈലജയുടെ പേര് സജീവമായ പരിഗണനയിലുണ്ട്. KK ശൈലജ അതുപോലെ തന്നെ കേരളത്തിൽ ഇതുവരെ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ കേരളത്തിൽ ഇതുവരെ ഒരു പട്ടികജാതിക്കാരനോ പട്ടികവർഗ്ഗക്കാരനോ മുഖ്യമന്ത്രിയായിട്ടില്ല. അതിൽ K രാധാകൃഷ്ണന്റെ പേര് ഉൾപ്പെടെ വന്നപ്പോൾ അതെല്ലാം തന്നെ പാർട്ടിയിൽ ഒരു വിഭാഗം അതിനെല്ലാം ഖണ്ഡിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇവിടെ KK ശൈലജയ്ക്ക് ഒരു സാധ്യതയുമില്ല എന്നുള്ള കൃത്യമായ സൂചന തന്നെയാണ് MV ഗോവിന്ദൻ നൽകുന്നത്. അല്ല വിനേഷ്, ഇപ്പോൾ അത് ഇന്റർവ്യൂ വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ എന്താണ് ഒരു സ്ത്രീയെ പരിഗണിക്കുന്ന കാര്യം ചർച്ച ചെയ്തിട്ടില്ല എന്ന ഉത്തരത്തിലേക്ക് നയിക്കുന്ന ചോദ്യം എന്താണ്? അത് KK ശൈലജയ്ക്ക് പോസിബിലിറ്റി ഉണ്ടോ എന്ന നിലയ്ക്ക് തന്നെ ചോദ്യമായിരുന്നു. എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ എന്നുള്ള കോയിനേജ് അതിൽ കടന്നു വരുന്നത് MV ഗോവിന്ദന്റെ മറുപടിയിൽ? വിനേഷ്, പ്രസാധകനിലെ ഇന്റർവ്യൂവിൽ പ്രമീള ഗോവിന്ദിന്റെ കൃത്യമായ ചോദ്യമായിരുന്നു, കേരളത്തിൽ എന്തുകൊണ്ട് ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവുന്നില്ല? KK ശൈലജന്റെ പേര് ഉയർന്നു കേട്ടതാണ്, അങ്ങനെ ഒരു സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു ചോദ്യത്തിനുള്ള മറുപടിയാണ്. ഒരു സ്ത്രീയെ മുഖ്യമന്ത്രിയാക്കുന്ന കാര്യം ഇതുവരെയും ചർച്ച ചെയ്തിട്ടില്ല, അത്തരത്തിലൊരു പരിഗണന ഉണ്ടാവില്ല. എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ പാർട്ടിയെ നയിക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവും എന്നൊന്നും പറയുന്നില്ലെങ്കിൽ പോലും പാർട്ടിയെ നയിക്കുന്നത് പിണറായി വിജയൻ തന്നെ ആയിരിക്കും എന്നുള്ള കൃത്യമായ സൂചന. ആ സൂചനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് വീണ്ടും LDF അധികാരത്തിൽ വന്നാൽ പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു മുഖ്യമന്ത്രി ഉണ്ടാവില്ല. അവിടെ സ്ത്രീയോ അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിന് ഒരാളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. പിണറായി വിജയൻ തന്നെയായിരിക്കും അവസാന ശബ്ദം എന്നുള്ള കാര്യം വളരെ കൃത്യമായി തന്നെ MV ഗോവിന്ദൻ പറയുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.